ശിവ, അത് കണ്ടോ? അവിടെ വലിയ തിരക്കാ. എന്താന്ന് നമുക്ക് പോയി നോക്കാം. ദ ലാസ്റ്റ് നിഞ്ച ഫൈറ്റർ ജയിക്കുന്നവർക്ക് 1 കോടി രൂപ സമ്മാനം. ശിവ, നിനക്ക് അതിൽ ചെന്ന് പങ്കെടുത്താൽ എന്താ? നിനക്ക് നിഞ്ച ഫൈറ്റ് നന്നായിട്ട് അറിയാലോ. ഇല്ല രവ, ഇല്ല. കുൻഫു എന്റെ സെൽഫ് ഡിഫൻസിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുമല്ലാതെ നമ്മൾ പിക്നിക് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ. റിലാക്സ് ആയിട്ട് അടിച്ചു പൊളിക്കാലോ. ശരി, വിട്ടേക്ക്. ശിവയ്ക്ക് അതില് താല്പര്യം ഇല്ലാതുണ്ടെങ്കിലേ ഞാൻ ചെന്ന് പങ്കെടുത്തോളാം. കേട്ടല്ലോ? നോക്കിക്കോ, 1 കോടി രൂപ ഞാൻ ജയിച്ച് വാങ്ങുമല്ലോ. ഒരിക്കലും ഞങ്ങളുടെ ഗ്രാമത്തിലും ഇതുപോലൊരു മത്സരം ഉണ്ടായിരുന്നു, അറിയോ? ഞാൻ എല്ലാത്തിനും നല്ലൊരു വീക്ക് വെച്ച് കൊടുത്തു. ഇന്നും ഞാൻ ഗ്രാമത്തിന് പോയിട്ടുണ്ടെങ്കിലേ അടികൊണ്ടവരെല്ലാം ഓടി വന്ന് ഇവനെ വെൽക്കം ചെയ്യും. ഇനി ഏതെങ്കിലും റിയൽ ഫൈറ്റർ ഉണ്ടോ ഇയാളെ തോൽപ്പിക്കാൻ? ഉണ്ടല്ലോ. നല്ല ശക്തിശാലിയും ബുദ്ധിമാനും സാമർത്ഥ്യമായ ഒരാൾ തന്നെ ഉണ്ടല്ലോ. അദ്ദേഹം ഈ ഫൈറ്ററിനെ ചാലഞ്ച് ചെയ്യുന്നതായിരിക്കും. എടാ റാം, നീ തോന്നിയ മാറിങ്ങനെ മണ്ടത്തരം പറയുന്നത് നിർത്തുന്നുണ്ടോ? നിനക്ക് കുൻഫു എന്താന്ന് പോലും അറിയില്ല. മാത്രമല്ല മാർഷ്യൽ ആർട്സും അറിയില്ല. ഈ ഫൈറ്ററിന്റെ മുമ്പേ നിനക്ക് നേരെ ചുവന്ന് നിൽക്കാൻ പോലും അറിയില്ല. സാറേ, ഞാൻ എന്നെ കുറിച്ചല്ല പറഞ്ഞത്. നല്ല ബലശാലിയായിട്ടുള്ള എന്റെ ബോസ് ലഡ്ഡു സിംഗിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇന്ന് സൂര്യൻ എവിടുന്നാണ് ഉദിച്ചതെന്നറിയാമോ? എന്റെ മുമ്പിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഫൈറ്റേഴ്സ് നിൽപ്പുണ്ട്. ദാ ഇപ്പൊ മറ്റൊരു ഫൈറ്റർ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ലഡ്ഡു സിംഗ് എന്നാണ്. വാ, എന്തൊരു പേരാണ്. വായില് വെള്ളമൂറുന്നു. എന്ത്? എന്റെ കണ്ണെന്ന് മൂക്കുന്നൊക്കെ വെള്ളം വരുന്നു. എന്നെ വിട്ടേക്ക്. നീ എന്തിനാ എന്നെ ഇങ്ങനെ ചതിച്ചത്? എനിക്ക് മത്സരത്തിൽ പങ്കുകൊള്ളാൻ താല്പര്യമില്ല. എന്നെ വിട്ടേക്ക്. നിങ്ങളുടെ പേരാണെങ്കിൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഫൈറ്റ് ചെയ്തേ പറ്റൂ. വരൂ. പേടാറാമിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ലഡ്ഡു സിംഗിനെ കൊടുക്കാൻ? ഈ ഡ്രസ് നല്ല ഭംഗിയുണ്ട്. നമസ്തേ. ഞാൻ തോറ്റല്ലോ. ഞാനിപ്പോ തോറ്റു. എന്നെ കൊണ്ട് പറ്റില്ല. തോറ്റെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ വീണ്ടും ഇടിക്കാൻ വരുന്നത്? കണ്ടില്ലേ അദ്ദേഹത്തിന്റെ കണ്ണിൽ മണ്ണ് പോയത്? ഞാൻ നിങ്ങളോട് വഴക്കിടാൻ വന്നതൊന്നല്ല. ലഡ്ഡു സിംഗ് സാറിനെ എവിടുന്ന് കൊണ്ടുപോകാൻ വന്നതാ. വരൂ ലഡ്ഡു സിംഗ് സാർ. താങ്ക് യു വെരി മച്ച് ശിവ. താങ്ക് യു വെരി മച്ച്. ഇനി ആ പേടാറാമിനെ ഞാൻ വെറുതെ വിടില്ല. എന്നെ ആ ഫൈറ്റിലേക്ക് തള്ളിവിട്ടത് അവനാണ്. പേടാറാം, എവിടെ നീ? പേടാറാം. ശരി, ഇനി എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഓക്കെ. സർ, ഞങ്ങള് ദരിദ്രരായ കുട്ടികൾക്ക് സ്കൂൾ നടത്തുന്നവരാണ്. സാർ എന്തെങ്കിലും സഹായം ചെയ്താൽ ഞങ്ങൾക്ക്. ഇത് വളരെ നല്ല കാര്യമാണല്ലോ. ഇതാ എന്റെ വകയായിട്ട്. ശിവ, ഇവരെന്ത് നല്ല കാര്യങ്ങളായി ചെയ്യുന്നേ. 1 കോടി രൂപ ഡൊണേഷനായി കിട്ടിയത് ഇവർക്ക് കൊടുത്താൽ നന്നായിരിക്കുമല്ലോ. അതെ അതെ ശിവ, 1 കോടി രൂപ കിട്ടിയ ഈ ദരിദ്രരായ കുട്ടികളൊക്കെ നന്നായി പഠിക്കുമല്ലോ. എന്ത് 1 കോടി രൂപയോ? അത് നിങ്ങൾക്ക് തരാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ തരികയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. അവരുടെ പഠിപ്പും ഭക്ഷണവും ഡ്രസ്സും അങ്ങനെ ഒരുപാട് ചിലവുകൾ ഞങ്ങൾക്ക് എല്ലാം ഒരു സഹായമായനെ. എന്ത്
1 കോടിയോ? ശിവ, നീ 1 കോടിയൊക്കെ എങ്ങനെ സംഘടിപ്പിക്കും? എന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ നീ എടുക്കും അല്ലേ? എന്റെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും അങ്ങനെ തീർക്കും. ശരി, ഞാൻ 1 കോടി രൂപ തരാൻ തയ്യാറാണ്. അരുത് ശിവ, അരുത്. നീ അങ്ങനെ ചെയ്താൽ എനിക്ക് എല്ലായിടത്തും പോയി പിച്ച തണ്ടേണ്ടി വരും. മുത്തശ്ശൻ ഒന്ന് സമാധാനിക്ക്. ഞാൻ മുത്തശ്ശന്റെ പൈസ ഒന്നും എടുക്കില്ല. ദാ അത് കണ്ടില്ലേ, അവിടെ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ ലാസ്റ്റ് നിഞ്ച ഫൈറ്റർ. അതില് ജയിച്ചാൽ 1 കോടി രൂപയാണ് സമ്മാനമായിട്ട് കിട്ടുന്നത്. അങ്ങനെ ഞാൻ ജയിച്ച 1 കോടി കിട്ടിയാൽ ആ പണം ഞാൻ ഇവർക്ക് കൊടുക്കും. ശരി, നീ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ പ്രവർത്തിക്കാൻ പോകുന്നത്. ഞാൻ അതിന് ഒരിക്കലും തടസ്സം നിൽക്കില്ല. ചെല്ല്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും നിന്നെ വിട്ടുകൊടുക്കില്ല, അറിയാലോ. ആ ഇതോടുകൂടെ നമ്മുടെ ഇവിടുത്തെ സെമി ഫൈനൽ റൗണ്ടിലേക്ക് നിങ്ങളുടെ പാർട്ടിസിപ്പൻസ് ഇതാ നിങ്ങളുടെ മുന്നിൽ. ഹലോ, 1 മിനിറ്റ്. നമ്മുടെ പുതിയ പാർട്ടിസിപ്പന്റ് ദാ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഈ കുട്ടി കുറച്ച് പഞ്ച് സ്റ്റൈല് കാണിച്ചെന്ന് വെച്ചേ നീ വലിയ ഫൈറ്റർ ഒന്നും അല്ല കേട്ടോ. ഞങ്ങളോട് ഏറ്റുമുട്ടാൻ ഇനിയും വളർന്നിട്ടില്ല കേട്ടോ കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്നെ മുട്ടുപോയേ. ഇന്ന് സൂര്യൻ എവിടെ നിന്ന് ഉദിച്ചാലും ശരി, ഈ കുട്ടി ഒരു വലിയ സംഭവം തന്നെയാണ് ഈ വേദിയിലേക്ക്. നമ്മുടെ സെമി ഫൈനൽസിലെ ആദ്യത്തെ 5 പാർട്ടിസിപ്പൻസിനോടൊപ്പം ശിവയും പങ്കെടുക്കുന്നതായിരിക്കും. ഇവന്റെ പ്രായം കാരണമല്ല, പക്ഷെ ഇവന്റെ കഴിവ് കാരണം സെമി ഫൈനൽസിലേക്ക് ഡയറക്ട് പ്രവേശനം അനുവദിച്ചിരിക്കുന്നു. നോക്കിക്കേ, ഈ ഒരു കുട്ടി കാരണം നമുക്ക് നാണം കെടാൻ പറ്റില്ല. വിടരുത് അവനെ. ആദ്യം ഇവനെ അങ്ങ് ഒതുക്കിക്കളയാം, പിന്നെ നമുക്ക് ആലോചിക്കാം. അതെ, ആ പറഞ്ഞത് ശരിയാ. നമ്മളെങ്ങാനും തോറ്റു കഴിഞ്ഞാ നാട്ടുകാര് മൊത്തം നമ്മളെ കളിയാക്കി കൊല്ലും. നിങ്ങൾ പറയുന്നത് വളരെ ശരിയാ. നമ്മൾ തോറ്റ ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു കുട്ടിയുടെ മുന്നിൽ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നാട്ടുകാരെ മുന്നിൽ എങ്ങനെ നമ്മൾ നിവർന്ന് നടക്കും? All participants, attention please. ഈ മാപ്പിലെ ഡയറക്ഷൻസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബൈക്കിൽ സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഇവിടെ, പിന്നെ ഇങ്ങോട്ട്, പിന്നെ ലാസ്റ്റില് നിങ്ങൾക്കൊരു കേവ് കാണാൻ സാധിക്കും. അവിടെ ഒരു ട്രെയിൻഡ് നിഞ്ച ഫൈറ്റർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും. ആ നിഞ്ചയോട് ഫൈറ്റ് ചെയ്ത് ആരാണ് അവനെ തോൽപ്പിക്കുന്നു വെച്ചാൽ അവനായിരിക്കും വിന്നർ. The last ninja fighter. Any doubts? No, sir. നിങ്ങൾ പോകുന്ന റൂട്ടിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് പരസ്പരം നിങ്ങളെ ശല്യപ്പെടുത്താൻ നിങ്ങൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളുമുണ്ട്. നിങ്ങളുടെ സഹ പാർട്ടിസിപ്പൻസിനെ എങ്ങനെ ശല്യപ്പെടുത്താമെന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, റെഡി? ഈ ചെറുക്കനെ കണ്ടില്ലേ? ഇവൻ ഒരു പീറ സൈക്കിളുമായിട്ടാ വന്നിരിക്കുന്നത്. ഒരു കാര്യം, കോമ്പറ്റീഷൻ തീരുന്നത് വരെ ഇവൻ ഇവിടെ ഇറങ്ങാൻ പറ്റില്ലെന്നാ തോന്നുന്നേ. ശരി, അവനേതായാലും പങ്കുകൊള്ളാൻ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ആദ്യം അവൻ തന്നെ പോയിക്കോട്ടെ. ഓക്കെ, ഗെറ്റ് സെറ്റ് സ്റ്റാർട്ട്.
ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട് കുട്ടി? ഇനി നീ കുഴിയിൽ സൈക്കിൾ ഓടിച്ച് പഠിച്ചാ മതി. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും വെറുതെ തലയിടരുത്, കേട്ടല്ലോ? ഇത് മുതിർന്നവരുടെ കോമ്പറ്റീഷൻ ആണ്, അല്ലാതെ കൊച്ചുകുട്ടികളുടെ അല്ല. മനസ്സിലായോ? ഇനിയും ഒരുപാട് സമയമുണ്ട്. കോമ്പറ്റീഷന് പെരുമാറുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഔട്ടാക്കും കുട്ടി. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഞാൻ തോറ്റുപോയി. ദയവ് ചെയ്ത് എന്നെ മുകളിലേക്ക് കേറ്റ്. എന്റെ കൈ കഴിച്ചിട്ട് വയ്യ. ഒന്ന് വേഗം കേറ്റ് പ്ലീസ്. ടുടു. പോയിക്കോ, വേഗം ഇവിടുന്ന് പോയിക്കോ. തിരിച്ചു പോവാൻ വേണ്ടി അല്ല വന്നത്. അപ്പൊ നീ ഇവിടെ വഴക്കിടാൻ വന്നാണോ കുട്ടി? എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അങ്കിൾ, നിങ്ങൾ ശരിക്കും ഒരു നല്ല നിഞ്ച ഫൈറ്റർ ആണല്ലോ.
നീ എന്തിനാ എന്നെ സഹായിക്കാൻ വന്നേ? അങ്കിൾ ഫൈറ്റ് ഒരു വശത്തിരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് പരിക്ക് പറ്റിയിരിക്കുകയാണ്. ആദ്യം നിങ്ങളുടെ കാല് പുറത്തെടുക്കാണ് വേണ്ടത്. ഇങ്ങനെയുള്ളപ്പോ ഫൈറ്റ് ചെയ്യുന്നത് ന്യായമല്ല. അതുമല്ലാതെ നിങ്ങൾ നല്ല ബ്രില്യൻ ഫൈറ്റർ ആണ്. റിയൽ നിഞ്ച ഇങ്ങനെയായിരിക്കും ഉണ്ടാവാ. നീ ആ കൂട്ടത്തിലുള്ള ആളൊന്നും അല്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല അങ്കിൾ. നീ നിധി എടുക്കാൻ വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിധിയാ? എന്ത് നിധിയാ അങ്കിൾ? ഞാൻ മറ്റുള്ള കണ്ടസ്റ്റന്റ്സ് പോലെ ദ ലാസ്റ്റ് നിഞ്ച ഫൈറ്റർ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വന്നത്. ഇപ്പൊ മനസ്സിലായി, ഞാൻ ശരിക്കുള്ള നിഞ്ചയാണ്. എന്റെ കൂടെ വരൂ. ഇത്രയും അധികം നിധികളോ? ഇത് എവിടെ നിന്നാണ് അങ്കിൾ വന്നത്? ഇന്ന് സൂര്യൻ എവിടുന്നാ ഉദിച്ചെന്നറിയോ? ഞാൻ ആഗ്രഹിച്ചത് എന്താണോ അതെനിക്ക് കിട്ടി. എല്ലാത്തിനും ഉത്തരവുണ്ട്. ഈ നിധിക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. ഈ നിഞ്ച ഫൈറ്റർ അപകടകാരിയാണ്. ഈ നിധി ഇരിക്കുന്ന സ്ഥലത്ത് ഒരുത്തനെ പോലും അയാളെ വരുത്തിക്കില്ലായിരുന്നു. ഇയാളെ തോൽപ്പിക്കുന്നത് അസാധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഇതുപോലത്തെ ഒരു ഐഡിയ ഒരുക്കിയത്. എല്ലാരെയും വിളിച്ചു വരുത്തി ലാസ്റ്റ് നിഞ്ച ഫൈറ്റർ എന്നുള്ള ഒരു കോമ്പറ്റീഷൻ ഒരുക്കി. എനിക്കറിയാമായിരുന്നു ഇയാളെ തോൽപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും ആരെങ്കിലും ഒരാൾ വരുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇപ്പൊ കണ്ടോ, നിന്നെ എനിക്ക് കിട്ടി. ലയൺ അങ്കിൾ, നിങ്ങളുടെ പേര് മാത്രമാണ് ലയൺ എന്ന്. സിംഹത്തിന്റെ ഒരു നല്ല ക്വാളിറ്റിയും നിങ്ങളുടെ അടുത്തില്ല. നിങ്ങൾ എന്നെ പറ്റിച്ചാണ് കോമ്പറ്റീഷൻ നടത്തിയത്. ശിവ ഒരിക്കലും തെറ്റായ കാര്യങ്ങളിൽ ആരും സഹായിക്കില്ല. ശിവ, ഈ നിധികൾ വളരെ പഴക്കമുള്ളതാണ്. ഞങ്ങൾ നിഞ്ച ആളുകളുടെ പ്രോപ്പർട്ടീസ് ആണ്. ഇതിനു മുമ്പ് വേറൊരാളായിരുന്നു ഇതിന്റെ കാവൽ. എന്റെ കുലത്തിന്റെ അവസാന നിഞ്ച ഞാനാണ്. എനിക്ക് ജീവനുള്ള വരയ്ക്കും ഇത് കാത്തുരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ഇത്രയും കാലം ഞാൻ ഇതിനെ കാത്തുരക്ഷിച്ചു. എനിക്കിപ്പോ വിശ്വാസമായി. എനിക്ക് പകരം ഈ നിധി നീയാണ് ഇനി കാക്കേണ്ടത്. നിഞ്ച പരമ്പരയുടെ ആയുധത്തെ ഇന്നും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഇന്നു മുതൽ ഈ നിധിയുടെ സംരക്ഷകൻ നീ മാത്രമാണ്. കൊള്ളാം, നീ എനിക്ക് തന്നെ തിരിച്ചിട്ട് പണിയുകയാണോ? ഞാനല്ലേ നിന്നെ നിധിയുടെ അവിടെ വരെ എത്തിച്ചത്. എന്റെ അടുത്ത് വഴക്കിടാൻ നിൽക്കരുത്. നിങ്ങൾ തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് വഴക്കിടാതെ വയ്യ. നിങ്ങളൊക്കെ എവിടെയാണ് ഓടി ഒളിക്കുന്നത്? ഞാൻ നിങ്ങളെ കോടീശ്വരന്മാരാക്കാം. ശിവ, നീ മാറിക്കോ. ഇനി ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഏയ്, നീ എനിട്ട് കഴിഞ്ഞാ എന്റെ തല്ലോണ്ട് നീ വീണ്ടും ഇരിക്കും. ഏയ്, കിടക്കാനല്ലേ പറഞ്ഞ്, കിടക്കാൻ. ശിവ, താങ്ക് യു സോ മച്ച്. നീ ഈ നിധിയെ രക്ഷിച്ച് വളരെ വലിയ ഉപകാരമാണ് നീ എനിക്ക് ചെയ്തിരിക്കുന്നത്. ഈ നിധി ഇനി മുഴുവനും നിന്റേതാണ്. ഞാനിപ്പോ പ്രഖ്യാപിക്കുന്നു, ശിവയാണ് the last ninja. എന്നെ അങ്ങനെ ഒരാളായി നിയമിച്ചതിന് വളരെ നന്ദി. ഈ ആന്റിക്ക് 1 കോടി രൂപ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മത്സരത്തിൽ പങ്കെടുത്തത്. സോറി ആന്റി, ഇനി എനിക്ക് 1 കോടി രൂപ തരാൻ കഴിയില്ല. അതിലൊന്നും സാരില്ല ശിവ. ഞങ്ങൾക്ക് വേണ്ടി എന്ത് വലിയ അപകടം നീ തരണം ചെയ്തത്, അത് തന്നെ വലിയ കാര്യം. ശിവ നിങ്ങൾക്ക് വാക്ക് തന്നത് ഒരിക്കലും പാഴാക്കാൻ സമ്മതിക്കില്ല. ഇന്ന് ഇത് കൊണ്ടുപോയിക്കോളൂ. സ്കൂളിലെ കുട്ടികളെ സംരക്ഷിക്കൂ. നന്ദി. വെറും ഒരു കുട്ടി കാരണം ഞാൻ എന്റെ പ്ലാനെല്ലാം പൊളിച്ച് പാളീസായി. എന്നെ എത്ര പെട്ടെന്ന് ഇവിടുന്ന് കെട്ടിയെടുക്കുക.